വട്ടെ. ആ ശരി. ഒരു കൂടെ ബീഡി. ഒന്ന് ഷേവ് ചെയ്യണല്ലോ. കയറിയിരുന്ന ഇവിടെ ഒരു ജോലി കിട്ടാൻ വഴിയുണ്ടോ? എന്ത് ജോലിയാ? എന്തെങ്കിലും ജോലി. ആ മമ്മാലിക്കാട് ചായക്കടയിൽ ചോദിച്ചാൽ അറിയാം. അയാളുടെ 2 മക്കൾ ജോലി ചെയ്യുന്നത് ഗുപ്ത കമ്പനിയിലാണ്. അവിടെ ജോലിക്ക് ആളെടുക്കുന്നു കേട്ടു. മോളെ ജമീല, മോള് വീട്ടിലേക്ക് പോകുമ്പോ ആരും ഇല വാങ്ങാൻ മറക്കണ്ട. ഒരു ചായ വേണല്ലോ. മോനെ ഒരു ചായ കൊടുക്കി. കടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. മമാലിക, ഇവിടെ ഒരു പാൽ കമ്പനിയിൽ ആളെ എടുക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഉണ്ട്, ഇന്നലെ തുടങ്ങിയല്ലോ. എനിക്കൊരു ജോലി വേണ്ടിയിരുന്നു. അവിടെ വരെ പോയി നോക്കാറുന്നില്ലേ? എന്താ പേര്? സലീം. ശങ്കർ. അയ്യോ പൊക്കി പൊക്കി. അയ്യോ അടിക്കില്ല അടിക്കില്ല. അയ്യോ 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 എന്റെ പുറം പൊളിഞ്ഞായി. അയ്യോ 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 എന്റെ കാലൊടിഞ്ഞേ. അയ്യോ എന്തിനാശൻ എപ്പോ നോക്കല്ലേ ഈ മോനെ തല്ലുന്നത്? എന്താണെന്നാ ഈ കടലാസിൽ ഇവൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത് കാണിച്ചത്? എന്താണെന്നല്ലേ ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റിൽ പോയപ്പോ ഇവനോട് കാര്യം പറഞ്ഞു. എടാ മോനെ കുഞ്ഞുണ്ണി, നീ നിന്റെ കൂട്ടുകാരും കൂടി തേക്കടിക്ക് പിക്നിക്കിന് പോയതായിട്ട് ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അറിയാവോ? എന്താ? വൈകുന്നേരം വരെ ഞാൻ സമയം കൊടുത്ത്. എന്നിട്ട് ഇവൻ എന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയാവോ? എന്നിട്ട് ഇവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എഴുതിയത്? ഇവൻ പിക്നിക്കിന് പോയില്ലെന്ന്. അതെന്താ കുഞ്ഞുണ്ണി അങ്ങനെ എഴുതിയേ? കാശ് തന്നില്ല. കാശ് കൊടുത്തില്ല. നിന്നെ ഞാൻ ഇന്ന് കൊല്ലോടാ. 16 അടി. അപ്പൊ അതും പോയാ? സൗകര്യത്തിനൊരു വീട് കിട്ടുന്നവരേക്കും ഈ ഇവിടെ കിടന്നോളി. ഇവിടെ വേറെ ആരുമില്ല. ഇത് എന്റെ പെങ്ങളാണെന്ന് കരുതിക്കോളി. ഈ സൗകര്യങ്ങളൊക്കെ ധാരാളം മതി മമ്മാലിക്ക. ബാപ്പൂട്ടി കിടന്നാ മോളെ? കിടന്നു. മോളും പോയി കിടന്നോളി. നേരെ ഒരുപാടായി. ഇത് കിടക്കാൻ നോക്ക്. ഞാൻ പോട്ടെ, വരാൻ ലേറ്റ് ആണ് കേട്ടോ. ആരെങ്കിലും ഫോൺ ചെയ്താൽ എടുക്കണ്ട. അതൊക്കെ ഞാൻ കഴിച്ചോളാം. എവിടുന്ന്? അതൊന്നും പറയാൻ പറ്റില്ല. വേസ്റ്റ് ആകും. അതിനല്ലേ ഇവിടെ മനസ്സിലുള്ളത് സഹായിക്കാൻ. വിശ്വം പോയോ? രാവിലെ ഹോസ്പിറ്റലിൽ പോയി സാർ. ആ മാനേജർ രാജേന്ദ്രൻ അല്പം വാലാണല്ലേ? അയാളെ പറ്റി എപ്പോഴും കംപ്ലൈന്റ്. അയാൾ എപ്പോഴും എന്നെ തുറച്ചു നോക്കുന്നത് കാണാം.
കടന്നു പൊക്ക വേണ്ടേ? ഒന്ന് മാറ്. ഓ, വെണ്ണയല്ലേ തൊട്ട ഉരുകി പോകാൻ. ഛീ. അപ്പോഴേ സാറേ, സാറ് ഇവിടുത്തെ മാനേജറായിരിക്കും. പക്ഷെ ഈ പെമ്പിള്ളേരുള്ള കിണുക്കം അല്പം കൂടുതലല്ലേ? നീ ആരടാ? സാറ് വലസിക്കോ, പക്ഷെ ആ കൊച്ചിനോട് കളിക്കണ്ട. അതിനോട് വേറെ പലരും ഉണ്ടല്ലോ. എന്താണാവോ ആ കൊച്ചിനോട് കളിച്ച? വേണ്ട സാറേ, അത് ശരിയാവൂല. ഓ, ഒരു രക്ഷിതാവ്. പോയി പണിയെടുക്കടാ. വെറുതെ വഴക്കുണ്ടാക്കണ്ട. പോട്ടെ നീ. പോട്ടെ. പോടാ. എന്താ സാറേ? ജമീലെ ഞാനൊന്ന് തൊട്ടത് അവന് പീഡിച്ചില്ലെന്ന്. അവൻ അവളുടെ വീട്ടിലാ താമസം. അത് ശരി, ആ ചായക്കടക്കാരന്റെ വീട്ടിലാ. അതല്ല അവൻ ഇത്ര ചൊറിച്ചല്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, വൈകിട്ട് ചായക്കടയിലോട്ടൊന്ന് ചെല്ല്. മുളയിലെ ഒതുക്കിയില്ലെങ്കിലേ മുറത്ത് കയറി കൊത്തും. മിസ്റ്റർ രാജേന്ദ്രനല്ലേ? അതെ. ഞാനൊരു കാര്യം അറിയാൻ വന്നതാ. എന്താ? എന്റെ പേര് റോയ്. ഇവിടെ ജോർജ് എന്ന പേരുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ജോർജ് റോയ്. ജോർജ് ഇല്ലല്ലോ. ഇല്ലേ? ഈ അടുത്ത കാലത്ത് കുറച്ച് പുതിയ ജോലിക്കാരെ എടുത്തിട്ടുണ്ടെന്ന് കേട്ടു. അതെ, അതിന്റെ ലിസ്റ്റാണിത്. ജോർജ് പുതിയതിലും ഇല്ല, പഴയതിലും ഇല്ല. എന്താ കാര്യം? എന്റെ ഒരു പഴയ പരിചയക്കാരനാണ്. ഓ, അത് ശരി. സോറി ഫോർ ദ ട്രബിൾ. It's all right. താങ്ക് യു. മിസ്റ്റർ ശ്രീധരൻ, ഇവിടെ എവിടം വരെയാണ് നിങ്ങളുടെ അതിർത്തി? അങ്ങനെയൊന്നുമില്ല മിസ്റ്റർ ഗുപ്ത. ഞാൻ എവിടം വരെ എന്ന് പറയുന്നു അവിടം വരെയാണ് എന്റെ അതിർത്തി. ആരാ ചോദിക്കാൻ വരുന്നത്? നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ ഈ മലമുകളിലേക്ക് ആരെങ്കിലും വരുമോ? അഥവാ വന്നാൽ തന്നെ അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? അതില്ല. മിസ്റ്റർ ഗുപ്ത, പുതിയ ടൈപ്പിസ്റ്റുകൾ വല്ലതും ആവശ്യമുണ്ടോ? ഉണ്ടോന്ന്? എന്താ, വല്ലതും സ്റ്റോക്ക് ഉണ്ടോ? മാഗി, തനിക്ക് ഒരു ഫാക്ടറി ഉള്ളതുകൊണ്ട് അവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും? വേലക്കാരത്തി ആണെങ്കിൽ വീട്ടിലൊരെണ്ണം ഉണ്ട്. അതിനെന്താ, ഇവിടെ ഞാൻ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തോളാം. എന്താ പോരെ? മതി. You will have a drink? നോ താങ്ക് യു സർ. മിസ്റ്റർ ശ്രീധരൻ, പിന്നെ ഞാൻ വന്നത് കുറച്ച് പുതിയ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ അല്പ സ്ഥലം വേണം. ഇതാണോ വലിയ കാര്യം? എന്റെ ബിയേഴ്സ് ബംഗ്ലാവ് ഒഴിഞ്ഞെടുക്കുക. എന്ത് വേണമെങ്കിലും കൊണ്ട് സ്റ്റോക്ക് ചെയ്യാം. താങ്ക് യു. പക്ഷേ കമ്മീഷൻ എനിക്കും തരണം. അതിനെന്താ? നാലഞ്ച് ചായ എടുക്കടേ. മോനെ, നാലഞ്ച് ചായ ഒടുക്കി. ഇതെന്താ, ഇതില് മധുരമില്ലല്ലോ? മോനെ, അതിൽ ഇത്തിരി പഞ്ചാര ഇട്ട് കൊടുക്കേ. ഇതിൽ ഈച്ച ചത്ത് കിടക്കുന്നല്ലോടെ. ഞാൻ കൊണ്ടുവരുമ്പോ ഈച്ച ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നിന്റെ വാപ്പ കൊണ്ടുവന്നിട്ട ഈച്ച? എന്റെ വാപ്പയ്ക്ക് വിളിക്കരുത്. വേറെ ചായ എടുത്തു കൊടുക്കണേ.
എന്തിനാടാ അവന്റെ മുഖത്ത് ചായ ഒഴിച്ചത്? സലീമെ ഭയക്കിന് നിൽക്കണ്ട. മമ്മലക്ക് ചുമ്മാരി പറയടാ. ഓ കുളാണ്ടറല്ലേ വന്നിരിക്കുന്നത്? ഒഴിയടാ അവന്റെ മുഖത്ത്. സാറേ അവനാ കുഴപ്പമുണ്ടാക്കിയത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ? എന്റെ പേര് ജോർജ്. എനിക്കൊന്ന് സംസാരിക്കണം. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. അതെല്ലാം ഞാൻ വിശദമായി പറയാം. അച്ഛൻ, ഞാൻ സെൻട്രൽ ജയിൽ ചാടി വന്നിരിക്കുന്ന കൊലപാതകയായ ഒരു കുറ്റവാളിയാണ്. അച്ഛൻ എന്നെ രക്ഷിക്കണം. എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഞാൻ കൊല ചെയ്തു എന്നാണ് നിയമം പറയുന്നത്. സത്യം അതല്ല. ഞാൻ എല്ലാം അച്ഛനോട് തുറന്നു പറയാം. പ്ലീസ് എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. ഗോഡ്. പരിശുദ്ധമായ കുംസാരക്കൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ യാചിക്കുകയാണ്. എന്നെ രക്ഷിക്കണം. ജോർജ്, ഞാൻ ഒരു പുരോഹിതൻ മാത്രമാണെന്നറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിന് മുമ്പിലല്ലേ. എന്റെ നിരപരാധിത്വം പിന്നെ ഞാൻ ആരോട് പറയും? പ്ലീസ് എന്നെ രക്ഷിക്കൂ ഫാദർ. തൽക്കാലം നീ മാതാവിനോട് പ്രാർത്ഥിക്കും. ആ, അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താണോ ഈ സമയത്ത്? എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ആരോ ഓടിപ്പോകുന്നുണ്ട്. ഞാൻ അവനെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയതാ. പക്ഷെ ഇവിടെ വന്നപ്പോ കാണാനില്ല. ഒരുപക്ഷെ ഞാൻ അന്ന് പറഞ്ഞ പുള്ളി ആയിരിക്കും. ഏതായാലും ഞാൻ വീടിന്റെ ഭാഗത്ത് ഒന്നുകൂടെ നോക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ചോ, വളരെ ഉപകാരം. നിങ്ങൾ എന്തിനാ ജയിൽ ചാടിയത്? അതെല്ലാം ഞാൻ നാളെ രാവിലെ വന്ന് പറയാം. ഇനി ഞാനിവിടെ നിൽക്കുന്നത് പന്തിയല്ല. ഞാൻ പോട്ടെ.
അച്ചോ, കുമ്പസാര രഹസ്യം. താങ്ക് യു. എന്തായി? അന്ന് രാത്രിയിൽ പിന്നെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായോ? ഇല്ല, ഞാനിവിടെ എല്ലാം നോക്കി. എന്റെ ബലമായ സംശയം അവൻ തന്നെയാണെന്നാ. എന്താണ് അയാളുടെ പേര്? ജോർജ്. അയാളുടെ ഒരു സിസ്റ്റർ മെന്റൽ ഹോസ്പിറ്റലുണ്ട് അല്ലേ? ഉണ്ട്. എന്താ ഫാദർ? ഒന്നുമില്ല, ചോദിച്ചതാണ്. മെന്റൽ ഹോസ്പിറ്റൽ ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിയല്ലേ? അതെ, അത് ഞാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെകുത്താനും കടലിലും ഇടയ്ക്കായി പോയി ഞാൻ. അതെന്താ? ഐ എം സോറി, എന്റെ കാര്യമല്ല, മിസ്റ്റർ റോയുടെ കാര്യം പറയുക. സോഫി, എന്താ ഏട്ടാ? അച്ഛൻ വന്ന കണ്ടില്ലേ? ചായ എടുക്ക്. ആ, ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പോഴൊന്നും വേണ്ട. ഒരു ചായ കുടിക്കാവുന്നേ. മുണ്ടില്ലേ? അയ്യോ. ഈയിടെ ചാട്ടം കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ നിന്നെ 2 ദിവസമായിട്ട് അന്വേഷിക്കുന്നു. വാ, ചില കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. അത് ശരി. അപ്പോഴങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നിന്റെ സ്വന്തം പ്രശ്നം പോലെ ഇത് കൈകാര്യം ചെയ്യണം. അത് ഞാൻ ഏറ്റു, നീ പേടിക്കണ്ട. യെസ് സ്പീക്കിംഗ്. ഞാനിത് വരുന്നു. ഞാൻ ആ വാർഡ് വരെ പോയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. ഞാൻ ഇറങ്ങാം. സൗകര്യം പോലെ ഞാനിവിടെ വരാം. ഓക്കെ. ഓക്കെ.